ആദവനാട് ഊരോത്ത് പള്ളിയാലിൽ നിയന്ത്രണം വിട്ട ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാട് ശ്വാസമടക്കി പിടിച്ചിരുന്നത് 7 മണിക്കൂറാണ്. ലോറിക്കകത്ത് കുടുങ്ങിക്കിടന്നയാളെ പുറത്തെടുക്കാനായി സമീപവാസികളും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമമാണ് വിഫലമായത്. ലോറിയിലെ സഹായം മേൽമുറി പൈത്തിനിപ്പറമ്പ് സ്വദേശി മുസ്തഫയെ രാത്രി 8ഓടെ പുറത്തെടുക്കുമ്പോൾ നേരിയ പ്രതീക്ഷ കൂടി നിന്നവരിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് മരണം സ്ഥിരീകരിച്ചെന്ന വാർത്തയെത്തിയതോടെ ഒരു നിമിഷം നാടിന്റെയും ശ്വാസം നിലച്ചു. വെള്ളിയാഴ്ച പകൽ 1-നാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. മലയിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങളുമായി എത്തിയ ലോറി നിയന്ത്രണം വിട്ട് പാറക്കുളത്തിലേക്ക് പതിക്കുകയായിരുന്നു. ആദവനാട് ചെമ്പിക്കൽ റോഡിലെ ഇറക്കത്തിലായിരുന്നു അപകടം. ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കുന്നിറങ്ങിയാൽ വലത്തേക്കും ഇടത്തേക്കും റോഡ് രണ്ടായി പിരിയും. നേരെ മുന്നിൽ ഒഴിഞ്ഞ പറമ്പായിരുന്നു. ഈ പറമ്പിലേക്കാണ് ലോറി ആദ്യം ഓടിച്ചു കയറ്റിയത്. തുടർന്ന് ഇടതുവശത്തെ മൺകൂനയിലേക്ക് ഇടിച്ചു കയറ്റി നിർത്തുകയായിരുന്നു ഡ്രൈവറുടെ ലക്ഷ്യം. എന്നാൽ കാട് പിടിച്ചു കിടന്ന മൺകൂനയ്ക്കപ്പുറം ക്വാറിയുണ്ടെന്ന് ലോറിയിലുണ്ടായിരുന്നവരും കരുതിയില്ല. മൺകൂനയും തകർത്ത ലോറി നേരെ പാറക്കുളത്തിലേക്ക് പതിച്ചു. ഡ്രൈവർ ജാഫർ വെള്ളത്തിലേക്ക് ചാടി. മുസ്തഫ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. വൈരങ്കോട് ഉത്സവത്തിനുള്ള കാളവരവിന് തയ്യാറായി 50 മീറ്റർ മാറി ആളുകളുണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ട് ആദ്യം സ്ഥലത്തോടിയെത്തിയതും ഇവരാണ്. മുങ്ങിത്താഴുന്ന ലോറിക്കരികെയുണ്ടായിരുന്ന ജാഫറിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. ഇയാൾ പറഞ്ഞതനുസരിച്ചാണ് ലോറിയിൽ മറ്റൊരാൾ കൂടെയുണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. അപകട വിവരം അറിഞ്ഞ പ്രദേശത്തേക്ക് ജനങ്ങളും എത്തി. വെള്ളത്തിനടിയിൽ വെച്ച് ലോറിയുടെ ക്യാബിൻ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ലോറിയിലുണ്ടായിരുന്ന ഡീസലും ഭക്ഷ്യവസ്തുക്കളും വെള്ളത്തിൽ കലർന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ രാത്രി 8-ന് ലോറി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് മുസ്തഫയെ പുറത്തെടുത്തത്. രാത്രി 9ഓടെ ലോറി പൂർണ്ണമായും കരക്കെത്തിച്ചു. മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർ ടി അനൂപ്, സ്റ്റേഷൻ ഓഫീസർമാരായ ഫായിദ്, രാജേന്ദ്രനാഥ്, മുങ്ങൽ വിദഗ്ധരായ ജാബിർ, ഷിബിൻ, അഭിലാഷ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വളാഞ്ചേരി ഇൻസ്പെക്ടർ വിനോദ്, ഫയർ ഓഫീസർമാരായ പ്രബീദ്, ബാലഗോപാൽ, സുജിത്, സഫീർ, രാജേഷ്, ഹോംഗാർഡ് ഗോപി, സുരേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ടയർ പൊട്ടിക്കാണ്. ടയർ പൊട്ടിയിട്ട് നേരെ വണ്ടി നിലത്തൊന്നല്ല, നിലത്തും വണ്ടി മറിഞ്ഞുകൊണ്ടായിരുന്നത്. പുറത്ത് ഇവിടെ ഉണ്ടായിക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ചാടി വെള്ളത്തിലേക്ക് അങ്ങനെ മറിഞ്ഞേക്കാണ്. നല്ല സൗണ്ട് ചെല്ലോടത്തും കേട്ടിക്കണ സൗണ്ട്. ടയർ പൊട്ടിയതാണ്. ബ്രേക്ക് പോയതല്ല. ബ്രേക്ക് പോയതാണെങ്കിൽ പോലും ഇവിടെ വളക്കൂല. ഒച്ച മേലെന്ന് കേട്ടിക്കണം. കുട്ടികൾ അവിടെയുള്ള കുട്ടികളും കേട്ടിക്കണം ഒച്ച. അതാണ് ഉണ്ടായിക്കണത്. പിന്നെ അതൊക്കെ കേട്ട് ഇവിടുന്ന് ചെന്നൊക്കെ എനിക്ക് വെച്ച് പെട്ടെന്ന് തന്നെ ചെല്ലാൻ വെച്ച. ഇവിടെ ചാടിയപ്പോഴാ ഞാൻ നീച്ചതേ. അതുണ്ടായതേ. ആര് നമ്മളൊന്ന് റോട്ടിലൊന്നും ഒരു കുട്ടി ഉണ്ടായിട്ടില്ല, ഒരാളും ഉണ്ടായിട്ടില്ല. നേരെ മറ്റൊരു വണ്ടിയൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ അതും കഴിഞ്ഞു കാര്യം. അങ്ങനത്തെ വരവാണ് ഓല് വരണത്. അതിലൊരു ചെങ്ങായി ഹലാക്കിന്റെ ആർപ്പ് കേൾക്കുന്നുണ്ട് അവിടുന്ന്. അതിന് ഒന്ന് വണ്ടി അരിയേന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കണുണ്ട്. എന്നിട്ട് അതൊക്കെ കേൾക്കണത് ടൈമില് ജുമാസ്കാരത്തിന്റെ ടൈമിൽ തന്നെ 2-3 നടന്നിട്ട്. അത് ഇവരോട് ചോദിച്ചു നോക്കിയാ അറിയാം. ഈ പ്രദേശത്ത് തന്നെ ഇവിടെ തന്നെ ഈ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് ചോർത്തി തന്നെ ഒരു കിടങ്ങുണ്ട്. അതില് പോയി ഒരു ഓട്ടോറിക്ഷ വീണിട്ട് ഒരാള് ഒരു ഉമ്മയും മകളും മരിച്ചിരുന്നു. പിന്നെ ഒരു ലോറി ഓർക്ക് ലോറി ഇവിടെ എത്ര വീണു, അവർക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ പറയുന്നുണ്ട് ഓല്. പിന്നെ ആദവനാട് പഞ്ചായത്തിലെ പരിധി പ്രദേശത്തടുത്ത് നമ്മുടെ കെൽടെക്സിന് നേരത്തായ ഊരത്തപ്പള്ളി എന്നും പറയും. ഈ പ്രദേശത്ത് ഒരു ഏകദേശം ഒരു 12-12:30 മണിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ വണ്ടിന്റെ ബ്രേക്ക് പോയി എന്നാ പറഞ്ഞു കേൾക്കുന്നത്. എയ്ച്ചർ വണ്ടിയാണ്. രണ്ട് പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഒരാൾ ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളിപ്പോ വെള്ളത്തിനടിയിലും വണ്ടിയും മറ്റേ ഒരാൾ രണ്ടും കൂടി വെള്ളത്തിന്റെ അടിയിലാണ്. ഇതിനു മുമ്പ് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിന്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോ PWനെ അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഭരണസമിതി ഇപ്പൊ തന്നെ ഈ അപകടം അറിഞ്ഞേക്കന്നെ ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ ഒരു നെയിം ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ വളാഞ്ചേരി.